ഞങ്ങൾ നിൽക്കുന്നത് പുള്ള് എന്ന സ്ഥലത്താണ്. തൃശ്ശൂർ ജില്ലയിലെ പുള്ളിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവർ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരെ 8 വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യുന്നതിനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതലായി ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി തണലുള്ള സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പുള്ളെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ജന്മസ്ഥലം പുള്ളാണ്. ചേച്ചിയുടെ വീടിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ വണ്ടി വിളിച്ചിട്ട് പോകുന്നത്, ഓട്ടോ വിളിച്ച് പോകുന്നത്. എന്തായാലും നല്ല പ്ലേസ് ആണ്. പക്ഷേ ഈവനിങ് ടൈമിലായിരിക്കും കൂടുതൽ ഭംഗി കാണാനായിട്ട്. ഇതിപ്പോൾ ഉച്ച സമയമാണല്ലോ, അപ്പോൾ നല്ല വെയിലുണ്ട്. ഉച്ച എന്ന് പറഞ്ഞാൽ ഈവനിങ് ആയി തുടങ്ങി. പക്ഷേ ഇപ്പോഴത്തെ വെയിലൊക്കെ ഒരു 4:30-5 മണിയാവാതെ ഒതുങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്തായാലും എത്തിയല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് അങ്ങനെ നടക്കുന്നില്ല, അവർ വന്നിട്ട് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അതുവരെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ ഇനി അവർ വന്നിട്ട് കാണാം. കാരണം അവരെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനും മക്കളും. ഞാൻ അവരെ കണ്ടിട്ട് 8 വർഷമായി. പിന്നെ മക്കൾ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. പപ്പയുടെ സെയിം ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ചിട്ടുള്ളതാണ് ഫ്രണ്ടിൻ്റെ മൂത്ത മകന്. അപ്പോൾ ഫ്രണ്ട് മാത്രമല്ല, ഫാമിലി ആയിട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ള സമയത്ത് ഒരു 2-2.5 വർഷത്തോളം അവരുടെ വീട്ടിൽ മേലെ പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഫാമിലിയാണ്. വർഷങ്ങൾക്ക് ശേഷം അവരെ കാണാൻ പറ്റുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. അപ്പം മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഹേ ഗായ്സ്, ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് തൃപ്പയാറ് റൂട്ടാണ് പുള്ളിലോട്ട് പോയത്. ആദ്യം തൃപ്പയാറ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി. പിന്നെ തൃശ്ശൂർ ആലപ്പാട് വഴി പോകുന്ന ബസ്സിൽ കയറി കുണ്ടോളിക്കടവ് സ്റ്റോപ്പിൽ ഇറങ്ങി ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. പുള്ള് വഴിയാണ് ബസ് പോകുന്നെങ്കിലും ഓട്ടോ സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുള്ളൂ എന്ന് ബസ്സിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് പുള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നത് വഴി ഒരുപാട് പേരെ കാണാനായിട്ട് സാധിച്ചു. അവിടെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ പാടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയിലൊന്നും നമ്മൾ ഇറങ്ങാൻ നിന്നില്ല, കാരണം പിന്നെ ഓട്ടോ കിട്ടൽ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഈ ഒരു ലൊക്കേഷനാണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീടിൻ്റെ ഭാഗം. മനോഹരമായൊരു പാടം, അതിന് തൊട്ടരികിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് മഞ്ജു ചേച്ചിയുടെ വീട് വരുന്നത്. ഇതാണ് വീട്. വീടിൻ്റെ ഇത്രയും വിഷ്വൽസ് എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്തപ്പോഴാണ് ഓട്ടോ ചേട്ടൻ പറഞ്ഞത് ഇതാണ് മഞ്ജു വാര്യരുടെ വീടെന്ന്. പിന്നെ തിരിച്ചു പോകാൻ നിന്നില്ല, വരുമ്പോൾ എടുക്കാമെന്ന് കരുതി. പക്ഷേ മക്കൾ വാശിയൊക്കെ പിടിച്ചപ്പോൾ അതിന് സാധിച്ചില്ല. അങ്ങനെ വട്ടവഞ്ചിയൊക്കെയുള്ള ഏരിയയിൽ നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കണ്ട് നീങ്ങിയിട്ട് ഈ തെങ്ങൊക്കെയുള്ള കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് തണലൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ പൊരിഞ്ഞു പോകും വെയിലത്ത്. അവരെത്തുമ്പോൾ കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുത്തു, റീൽസൊക്കെ എടുത്തു. മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ ഇലയൊക്കെ പൊട്ടിച്ച് നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മണി ആവാനായിട്ട് ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട്. അപ്പോൾ ഇനി അവർ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് പോകണം. ഇവിടെ ചെറിയ ചെറിയ കടകൾ കാണുന്നുണ്ട്, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നിങ്ങനെ കുറേ ബോറടിച്ചു, റീൽസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ കാണുന്ന കടയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്ത് പോയിട്ട് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമ്മതിക്കില്ല, അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം. പിന്നെ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അങ്ങനെ വല്ല സോഡ സർബത്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ള ഒന്നും വാങ്ങിക്കേണ്ടല്ലോ അവിടെ നിന്ന്. സോഡയാകുമ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ സോഡയിൽ നല്ല ഗ്യാസ് ഉള്ളതുകൊണ്ട് അവർ കുറച്ച് കുടിച്ചോളൂ. അങ്ങനെ അത് ഞാൻ കുടിക്കേണ്ടി വന്നു. പിന്നെ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ഗ്യാപ്പ് എടുത്തിട്ട് ഈ ഒരു ഗ്യാസ് ഉള്ളത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റൊമക്കിന്. അവർക്ക് ഞാൻ ആ നിന്ന ടൈമിൽ കുറച്ച് ഗീ റൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഡ സർബത്തൊന്നും കുടിച്ചപ്പോൾ അവർക്ക് വലിയ പ്രശ്നമായില്ല. പക്ഷെ ഞാൻ വീട്ടിൽ നിന്നേ ഭക്ഷണം കഴിച്ച് വന്നിട്ട് പിന്നൊന്നും കഴിക്കാതെ കഴിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് പറ്റിയില്ല. അവർ വന്നു, വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അങ്ങനെ പപ്പയും ചിന്തയും അവരുടെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അവിടെ എത്തിയപ്പോൾ അവരുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ, പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനൊന്നുമില്ല. കാരണം അവർ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്, ഫോട്ടോസ് കാണാറുണ്ട്. എങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഒരാളിനെ കാണുമ്പോൾ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തു. പിന്നെ പരസ്പരം ഗിഫ്റ്റൊക്കെ കൈമാറി. മേഘ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അപ്പം മേഘയുടെ മോൻ്റെ പേര് ശ്രാവൺ, വീട്ടിൽ വിളിക്കാൻ ലുട്ടു എന്നാണ്. ലുട്ടു എന്തോ കാര്യത്തിന് ഓൾറെഡി പിണക്കത്തിലായിരുന്നു, അപ്പോൾ ആൾ പോവാണ്. ഹലോ ബേബി. അങ്ങനെ ഞാൻ മോളിനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുകയാണ് മേഘയുടെ അടുത്ത് സംസാരിച്ചിട്ട്. അപ്പോൾ മക്കള് മേഘയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ പാടത്തിൻ്റെ വരമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. SR സൂരജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ക്ലാസ് ബൈ എ സോൾജർ എന്ന മൂവിയാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ ചെയ്തത്. മേഘയാണെങ്കിൽ ഒരു ആക്ട്രസ് ആണ്. ക്ലാസ് ബൈ എ സോൾജറിൽ ഒരു കഥാപാത്രം മേഘ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മോഡൽ കൂടിയാണ് മേഘ. പിന്നെ ഓൾറെഡി ആൾ വർക്കിംഗ് ആണ് കേട്ടോ. ഇപ്പം മോളുള്ളത് കൊണ്ടാണ് ഒരു മോഡലിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. മേഘയുടെ ബ്രദറാണ് നിൽക്കുന്നത്, അതും ഒരു സൂരജ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഫാമിലി ആയിട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഞാൻ കുറേ ഒരു 10 വർഷം ആയിട്ട് പരിചയമുള്ളൊരു ഫാമിലിയാണ്. പക്ഷേ മേഘയുടെ അച്ഛനും അമ്മയും തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റിയില്ല. അവർ ഉച്ച സമയത്ത് ഇങ്ങോട്ട് പുറപ്പെട്ടതുകൊണ്ട് അവർക്ക് പിറ്റേ ദിവസം ട്രാവൽ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവർ ടയേർഡായിരുന്നു. അവരുടെ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു അവരുടെ ഒരു റിലേറ്റീവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആൻറ്റീനെ കാണാൻ പറ്റിയില്ല. ആൻറ്റീനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻറ്റിക്കാണെങ്കിലും അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് കുറേ ഫോണിൽ സംസാരിച്ചു. എനിക്കാണെങ്കിലും തൃശ്ശൂർ വരെ പോകാൻ പറ്റില്ലായിരുന്നു, മക്കളെയും കൊണ്ടുവരുന്നതല്ലേ. അപ്പം രാത്രി ആകുമ്പോഴേക്കിനും തിരിക്കണം. ഞാനും മേഘയും ഒരുമിച്ച് പഠിച്ചിട്ടില്ല, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറയാനറിയില്ല, അത്രയും ബോണ്ടിങ് ആണ് ഞങ്ങൾ തമ്മിൽ. ബെസ്റ്റി ആണോ എന്ന് വെച്ചാൽ ബെസ്റ്റിയാണ്, എന്നാൽ ഒരു സിസ്റ്റർ ലൈക്ക് റിലേഷൻഷിപ്പ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അത്രയും എനിക്ക് മനസ്സ് തുറക്കാവുന്ന ഒരു ഫ്രണ്ടാണ്. മാഗിക്കാണെങ്കിൽ തിരിച്ചങ്ങനെയാണ്. ഇത്ര തിരക്കാണെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയക്കാത്ത ദിവസം ഞങ്ങൾക്കിടയിൽ കുറവാണ്. അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ മേഘയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒന്നും പോരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് അവിടെ എത്തിയിട്ട് വടക്കുന്നാഥനിൽ പോകണം, പിന്നെ പിറ്റേന്ന് രാവിലെ അവർക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടതാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേഗം തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നല്ല വ്യൂസും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊപ്പയാണെങ്കിൽ കുറച്ച് ഭാഷയിൽ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. കണ്ടില്ല, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. വട്ടവഞ്ചിയും ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ കയറാനായിട്ട് സാധിച്ചില്ല. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അവരെയും കൊണ്ടിട്ട് വട്ടവഞ്ചിയിലൊക്കെ കയറാൻ പേടിച്ചിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്. അപ്പോൾ വരുന്ന വഴി സൺഫ്ലവറിൻ്റെ പാടം കാണുകയാണെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ആരോടത്ത് ചോദിച്ചപ്പോൾ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ല. ഞങ്ങൾ നെറ്റിൽ ബ്രൗസ് ചെയ്തപ്പോഴും അങ്ങനെ കിട്ടിയില്ല. താമരപ്പാടം കണ്ടപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ മക്കൾ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. വേറെ ബേക്കറീസോ ഹോട്ടൽസോ ഒന്നും കണ്ടില്ല, ചെറിയ ചെറിയ ഷോപ്സുകളാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരതൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട്. ഓൾറെഡി അവർ ഭയങ്കര ടയർഡാണ്, ഓടി കളിച്ച്. പിന്നെ ആ ഉച്ചയ്ക്ക് വെയിലത്തൊക്കെ വന്നതല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വീഡിയോസൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോവും ഞങ്ങളെയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.